അൽഹംദുലില്ലാഹ് ഇവിടെ മുഹിമ്മാത്തിന്റെ നേതൃത്വത്തിൽ മദ്രസ ഉണ്ടാക്കിയ സാഹചര്യമൊക്കെ നല്ല ബോധ്യം നിങ്ങൾക്കുണ്ട്. മദ്രസ മുഗറോഡ് പള്ളിയിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ വർഷങ്ങളായി പഠിപ്പിച്ചു വരുന്നതിനിടയിൽ കൊറോണയുടെ ലോക്ക്ഡൌണിന്റെ പ്രതിസന്ധിക്കിടയിൽ ഏകപക്ഷീയമായി ഒരു ജനറൽ ബോഡി പോലും വിളിക്കാതെ പുസ്തകം മാറ്റുക മാത്രമല്ല, എല്ലാവരും വരിസംഖ്യ കൊടുക്കുന്ന ഒരു പള്ളിയിൽ ഏകപക്ഷീയമായി ഒരു സംസ്ഥയുടെ മദ്രസക്ക് അംഗീകാരം വാങ്ങിയപ്പോ ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെല്ലാം ചേർന്ന് നമ്മളെ സമീപിച്ചു. ഇങ്ങനൊരു പ്രതിസന്ധിയുണ്ട്, ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം വേണം. ആ സമയത്ത് മുഗറോഡ് മഹല്ല് കമ്മിറ്റിക്ക്, പ്രസിഡന്റിന്, സെക്രട്ടറിക്ക് മറ്റൊക്കെ കത്ത് കൊടുത്തു. രണ്ട് കാര്യമാണ് അതിൽ ആവശ്യപ്പെട്ടത്. ഒന്ന്, കൊറോണ ലോക്ക്ഡൌൺ ഇതൊക്കെ ആണല്ലോ, നിലവിലുള്ള സാഹചര്യം അങ്ങനെ തന്നെ തുടരാം. മാറ്റിയതാണല്ലോ പ്രശ്നം. അപ്പൊ അതങ്ങനെ തന്നെ തുടരാം. അല്ലെങ്കിൽ രണ്ട് സമസ്തയുടെയും മദ്രസ വളരെ ഭംഗിയിൽ ബാപ്പാനിപ്പനത്തൊക്കെ നടക്കുന്നത് പോലെ ഒരേ സ്കൂളിൽ തന്നെ CBSE ഉണ്ടാവും, അതേപോലെ തന്നെ കേരള സ്റ്റേറ്റിന്റെ സിലബസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ എല്ലാവരും കൂടി എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മദ്രസ മുന്നോട്ട് പോവുക. ഇത് രണ്ടിനെയും കേട്ടില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങളെ നിർദ്ദേശമുണ്ട്. അങ്ങനെ തന്നെ കുഞ്ഞിക്കോയ തങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമം നടത്തി. തങ്ങൾ അവസരം തന്നില്ല. പക്ഷേ ഒരു ഫോൺ കോളിലൂടെ ഖാദിമിനോട് സംസാരിച്ചു, വിഷയങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തായാലും തീരുമാനം ഉറച്ചത് തന്നെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഈ തീരുമാനം കൊണ്ട് നാട്ടിൽ ഫസാദ ഉണ്ടാവും. അതുവരെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, മുഹിമ്മാത്തിന്റെ സിൽവർ ജൂബിലി സമ്മേളനം നടക്കുമ്പോ SSFന്റെയും സമസ്തയുടെയും കൊടിയിട്ടപ്പോ കുറെ ചെറുപ്പക്കാരെടുത്തു വലിച്ചു. അന്ന് നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞു, ന്യൂട്രൽ പോകുന്ന ഒരിടത്ത് നിങ്ങൾ പതാക കെട്ടിയിലേലും കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പോയത്. ഏകപക്ഷീയമായതുകൊണ്ട് തന്നെ ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നിർവഹിച്ചു. മലേഷ്യ റസാഖിന്റെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് കൂടി. അന്ന് നമ്മളൊരു തീരുമാനം എടുത്ത്, ഏതായാലും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ പഠിക്കാനുള്ളവർക്ക് ഒരു മദ്രസ ഉണ്ടാക്കണം. അന്ന് മലേഷ്യ ഓർക്കുന്നുണ്ടോന്നറിയാല്ല, നമ്മൾ ദീനിന്റെ ഖൈറിന് വേണ്ടി എടുക്കുന്ന ഒരു തീരുമാനം. ഈ തീരുമാനത്തിൽ കൂടെയുള്ള എല്ലാവരും പുറകോട്ട് പോയാലും ഒരു കുട്ടി എനിക്ക് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം വേണം, പഠിക്കണം എന്ന് പറഞ്ഞാൽ അതുമായി ഞങ്ങൾ മുന്നോട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ്, നമ്മളെ നിയ്യത്ത് ഒരു പ്രശ്നം വന്നപ്പോ അവിടെ പരസ്പരം ചർച്ച ചെയ്ത് മസ്ലഹത്ത് ഉണ്ടാക്കുന്നത് സുൽഹാണ് ഖൈറ്, പരിശുദ്ധ ഖുർആൻ. അതിന്റെ എല്ലാ ശ്രമങ്ങളും നടത്തിയതിന് ശേഷം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉൾപ്പെടെയുള്ള മുഹിമ്മാത്തിന്റെ നേതൃത്വവുമായി കൂടി ആലോചിച്ചാണ് നമ്മൾ ഈ മദ്രസക്ക് തുടക്കം കുറിച്ചത്. ഒരു വാശിപ്പുറത്താണെങ്കിൽ, ഒരു മതിലിനപ്പുറം എന്ത് വില കൊടുത്തും മദ്രസക്ക് സ്ഥലം വാങ്ങാനും മദ്രസ ഉണ്ടാക്കാനും പള്ളി ഉണ്ടാക്കാനുള്ള പ്രാപ്തിയും കഴിവും ആൾബലം സമ്പത്തും മുഹിമ്മാത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹമില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു മസ്ലഹത്ത് ഉദ്ദേശിച്ച് അന്ന് എല്ലാ നിലക്കുള്ള മുടക്കലുണ്ടായി. ഇത്രയും കാലം ഒരു പൊതുവേദിയിൽ ഇതൊന്നും പറയാതിരുന്നത്, ഇത്രയും കാലം ഒന്നും പറയാതിരുന്നത് മസ്ലഹത്ത് ഉദ്ദേശിച്ച. ഇനി ഒരു സങ്കടം പറയട്ടെ. മനസ്സിലുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷമാണ് നമുക്ക് ഖബറിൽ സന്തോഷിക്കാനുള്ള വക നൽകുന്നത്. ഈ മൗലിദാഘോഷം, റസൂലുള്ളാഹിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത്, നമ്മൾ ഒരുമിച്ച് കൂടി ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നത്, ഇത് കുഫ്റാണ്. റസൂലുള്ള സാധാരണ മനുഷ്യനാണ്. റസൂലുള്ളാഹിക്ക് ഒരു പ്രത്യേകതയുമില്ല. റസൂൽ ദിനേന കുറെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നിങ്ങൾ അത്തഹിയ്യാത്തിൽ പറയൽ നിർബന്ധാണല്ലോ. ആ സമയത്ത്
മുത്തു നബിയെ ഓർത്ത് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് റോഡടകിൽ ചെത്ത് കിടക്കുന്ന കഴുതയെ ഓർക്കലാണ് എന്ന് എഴുതി വെച്ച ഈ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുക്കളയിൽ വാണുമ്പോ അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ SYS-ന്റെ നേതൃത്വത്തിൽ വന്യരായ പേരോട് ഉസ്താദിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. അന്ന് കുമ്പള CI എന്നെ വിളിച്ചു, നിങ്ങൾ അവിടെ പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ട് ആ പരിപാടി നടത്താൻ കഴിയില്ല. ഞാൻ സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ പോയപ്പോ CI പറഞ്ഞ് SP-ക്ക് കംപ്ലൈന്റ് പോയിട്ടുണ്ട്. അവിടെയുള്ള താഹ മസ്ജിദ് കമ്മിറ്റിയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വയലു നടന്ന നാട്ടിൽ ക്രമസമാധാനം തകരും, അവിടെ കച്ചറയാകുമെന്ന് എഴുതി കൊടുത്തിട്ട് പരിപാടി മുടക്കാൻ വേണ്ടി ശ്രമം നടത്തി. അന്ന് CI-യോട് ഞാൻ പറഞ്ഞത്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം വരാതിരിക്കാനുള്ള ജോലിയാണ് നിങ്ങൾ എടുക്കേണ്ടത്, പരിപാടിയെ മുടക്കാൻ നിൽക്കേണ്ടതല്ല. എനിക്ക് CI എഴുതി തന്നു. ഞാൻ ആ ഉത്തരവാദിത്തമേറ്റ് അന്ന് പേരോട് ഉസ്താദ് ഇവിടെ വന്ന് വയലു പറഞ്ഞു. പേരോട് ഉസ്താദിന്റെ വയലു കൊണ്ട് ഇന്ന് വരെ 40 വർഷമായല്ലോ ഉസ്താദ് വയലു പറയാൻ തുടങ്ങിയിട്ട്. എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അന്ന് ഉസ്താദ് വന്ന് ഇവിടെ വയലു പറഞ്ഞത് സംഘടനമാണോ? ആ പരിപാടിയെ മുടക്കാൻ ഒരു മഹല്ല് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഒപ്പിട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ ഏടം പറഞ്ഞിട്ടില്ല. അന്ന് പരിപാടി നടക്കുമ്പോ നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? സിദ്ദീഖിനോട് പറഞ്ഞിട്ടുണ്ടോ? സെക്രട്ടറി അല്ല അന്നത്തെ, ഒരാളോടും പറഞ്ഞിട്ടില്ല. എന്തേ പറയാതിരുന്നത്? മസ്ലഹത്ത് ഉദ്ദേശിച്ചാണ്. എന്റെ ഉമ്മമാര് സഹോദരിമാര് മനസ്സിലാക്കണം. ഇങ്ങനെ സ്ഥലമെടുക്കേണ്ട സമയത്ത് എന്തെല്ലാമാണോ കോലാഹലങ്ങൾ. സെന്റിന് 40,000 രൂപ വിലയുള്ള 1 ഏക്കർ സ്ഥലം ലോക്ക്ഡൌണിന്റെ കാലത്ത് കച്ചവടമാക്കി. അൽഹംദുലില്ലാഹ് ഈ റസാഖ് മലേഷ്യക്ക് ഇപ്പോഴും നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. ഇതൊക്കെ ആയി, ഇവിടെ സംവിധാനങ്ങളൊക്കെ ആയി. ഇപ്പോൾ അടുത്തൊരു ക്ലിപ്പ് കേട്ടു. ഈ പള്ളിയിലേക്ക് അല്ല ഈ മദ്രസയിലേക്ക് കുട്ടികൾ വന്നാൽ നശിച്ചു പോകും, ഉപ്പാരും നശിക്കും. നഊദു ബില്ലാഹ്. ഞാനൊന്നും പറയുന്നില്ല. ആ പറഞ്ഞ ആളുകളും അത് പറയാൻ പ്രേരിപ്പിച്ച ആളുകളും അവരും അല്ലാഹുവും തമ്മിൽ തീർക്കാം. നമ്മളെല്ലാം മുത്ത് നബിയുടെ ചാര മഹ്ശറയിൽ ഒരുമിച്ച് കൂടല്ലോ. നമ്മൾ ഈ ചെയ്യുന്നത്, ഞാനെപ്പോഴും എന്റെ തനതായ മലയാളത്തിൽ എല്ലാവരോടും എന്താണ് പറയല്? നമ്മൾ ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഇന്നേ വരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തൊരു വാപ്പന്റെ മകനാണ് ഞാൻ. സമസ്തയിൽ പിളർപ്പുണ്ടായിരുന്നപ്പോ 4 ജുമുഅ മുടങ്ങി. എവിടെ? താത്തൂര് പള്ളിയിൽ 4 ജുമുഅ തുടങ്ങി. കാരണം എന്താണ്? TC ഉസ്താദിനെ കുത്തുബ ഓതാൻ സമ്മതിക്കൂല. നിയുക്തനായ ഖതീബിന് കുത്തുബ ഓതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ പള്ളിയിൽ വന്ന് കിടന്നിട്ട് 4 ജുമുഅ മുടങ്ങി. അന്ന് ഖാദിയായിരിക്കുന്ന വാപ്പ അവിടെ ഒരുമിച്ച് കൂടി ആളുകളോടൊക്കെ വരാൻ പറഞ്ഞു. ദൂർ ഖലാകും എന്ന ഘട്ടം വന്നപ്പോ അവരോട് പറഞ്ഞു, നമ്മളൊക്കെ ജുമുഅക്ക് വേണ്ടി വന്നതാണ്, പക്ഷെ ജുമുഅക്ക് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എല്ലാവരും വീട്ടിൽ പോയി ദൂർ നിസ്കരിച്ച ആളാണ്. അങ്ങനെ ചെയ്യേണ്ടടുത്ത് ചെയ്ത ഒരു വാപ്പന്റെ മകനാണ്. അതുകൊണ്ട് നമ്മൾ വാശിപ്പുറത്ത് നിന്നിട്ടേ ഇല്ല. അങ്ങനെയാണ് എന്തൊക്കെ ചെയ്യാനുണ്ട്. എത്ര നമ്മളെ കൂടത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന എത്ര ആളുകളുടെ മക്കളെ കല്യാണം മുടക്കി. യൂസുഫ് ഹാജി വന്ന് സങ്കടം പറഞ്ഞു, മോന്റെ കല്യാണം മുടങ്ങാണ്. എന്താ കാരണം? ഒരു കൂട്ടര് പറയാണ് അപ്പുറം പള്ളി മദ്രസ ഉണ്ടാക്കി, അയാളെ കെട്ടിച്ചു കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു ആ പുതിയ പെണ്ണ് വേണ്ട. പള്ളിയും മദ്രസയും ഉണ്ടാക്കിയത് മോശമാണ് എന്ന് ചിന്തിക്കുന്ന കുടുംബത്തിൽ നിന്ന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പല പെൺകുട്ടികളെയും മുടക്കി. ഒന്നും നമ്മൾ ഇതാക്കുന്നില്ല. അറബുകളിലെ ഉംറയുടെയും മറ്റും പേര് ഇപ്പൊ ഒരാൾ സങ്കടം എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ പ്രശ്നം? കാരണം അവിടുന്ന് പോകുന്ന എല്ലാരും തിരിച്ചു പോയിട്ട് നിങ്ങൾ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത് എന്ന് ഹറമിൽ വെച്ച് പറയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരെയും പേര് പറയുന്നില്ല. ഉമ്മമാര് മനസ്സിലാക്കുക, സഹോദരിമാര് മനസ്സിലാക്കുക. മുഹിമ്മാത്ത് കൊണ്ട് ഇവിടെ ദീനിനോ രാജ്യത്തിന് എന്തെങ്കിലും മോശം ഉണ്ടായിട്ടുണ്ടോ?
ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഓർക്കാണ് ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ ബാവച്ച തന്ന സ്ഥലത്ത് പള്ളിക്ക് വേണ്ടി കുറ്റിയടിക്കുന്നു. റോഡിന്റെ ഇപ്പുറത്ത് മറ്റൊരു ദിവസം വേറൊരു ടീം വന്ന് കുറ്റിയടിക്കുന്നു. അന്ന് ആലമ്പാടി ഉസ്താദ് പറഞ്ഞു, നമ്മൾ ഖൈറല്ലേ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോ പള്ളി ഉണ്ടാക്കി അപ്പുറത്തും പള്ളി ഉണ്ടാക്കും, അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവൂല, തൽക്കാലം ആ പള്ളി വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയാൽ മതി. ഉസ്താദ് മരിച്ചിട്ട് ഇപ്പൊ എത്ര കാലായി? ഇപ്പൊ അവിടെ പള്ളി അനിവാര്യം എന്ന് തോന്നിയപ്പോ നമ്മൾ അവിടെ പള്ളിയും മദ്രസത്തുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പരിസരത്ത് എവിടൊക്കെ ഇത് വരും. ഈ സൈറാംവട്ടിന്റെ ഇവിടെ നിങ്ങൾ പോയോക്ക്, അവിടെ ഒരു 10 സെന്റ് സ്ഥലം ഖിദർ ജുമാ മസ്ജിദ് എന്ന പേരിൽ വഖഫ് ആധാരാക്കിയിട്ട് കിബില തിരിച്ചു വെച്ചിട്ട് ഒരു ബോറും കുഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് പള്ളി നമ്മൾ ചിന്തിക്കുന്നത്? ഇപ്പോഴും സാധ്യതയില്ല. പക്ഷേ ഏറ്റവും വലിയ വൈകല്യത്തിന്റെ വൈകല്യം പേറുന്ന ആളുകൾക്കുള്ള വലിയൊരു ഹോസ്പിറ്റൽ അവിടെ വന്നു കഴിഞ്ഞു. വാപ്പ 2006 സെപ്റ്റംബറിലാണ് വഫാത്താകുന്നത്. ഫെബ്രുവരിയിലാണ് ആ പള്ളിയുടെ വഖഫ് ആധാരം നടന്നിരിക്കുന്നത്. ഇതൊന്നും ഭാവി കണ്ടിട്ട് ദീനിന്റെ ഇസ്സത്ത് ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനൊരു കാര്യം, സങ്കടം കൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്. സങ്കടം കൊണ്ടാണ് പറയേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട കൂറത്തങ്ങളാണ് ഇവിടെ വന്നിട്ട് നമുക്ക് ധൈര്യം തന്നത്. തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒരു ഭാഗത്തുനിന്ന് ഒരു തങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഞാനും തങ്ങളാണ്. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? കൂറത്തങ്ങൾ പറഞ്ഞ വാക്കതാണ്. ഞാൻ അപ്പോൾ പേടിച്ചു പോയി. ജനങ്ങൾ എന്താ മനസ്സിലാക്കാൻ? ഞാനും മൂപ്പരൊക്കെ മുത്തുനബിന്റെ പേരക്കുട്ടിയാണ്. നാളെ മഹ്ശറിൽ ഞാൻ നിങ്ങളെ കൂടെ മുത്തുനബിയോട് പറയാനുണ്ടാകും. അള്ളാഹു കൂറത്തങ്ങളെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞത് ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ ചാഞ്ചാട്ടം. ഞാൻ തീർത്ത് പറയുന്നു, ഈ സംവിധാനത്തിലേക്ക് മക്കളെ പറഞ്ഞയച്ചാൽ നശിച്ചു പോകും എന്നൊരു കൂട്ടർ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അതുകൊണ്ട് ഞാൻ തീർത്തു പറയുന്നു, ഒരു പള്ളി എന്ന നിലക്ക് നിങ്ങൾക്ക് സഹായിക്കാം, ഇതൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ സംഘടന ആദർശ നയനിലപാടുള്ള ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് രാജിവെച്ച് വരണം. അങ്ങനെ തന്നെ പറയാനുള്ളത്. നമ്മളെ കുറ്റം പറയുന്ന, നമ്മൾ ദീന അല്ല എന്ന് പോലും പറയുന്ന ആളുകൾക്ക് എന്തിനു നമ്മൾ ഭക്ഷണം കൊടുക്കണം? എന്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കണം? എന്തിന് വരിസംഖ്യ കൊടുക്കണം? അതുകൊണ്ട് ഇത് ഞാൻ വളരെ ഗൗരവത്തോടുകൂടി നിങ്ങളോട് ഉണർത്തുകയാണ്. ഇത് നമ്മൾ ഇവിടുത്തെ സംവിധാനങ്ങളൊന്നും ഒരു വാശിപ്പുറത്തല്ല, ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല, അള്ളാഹുവിന്റെ വജ് കാംക്ഷിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ഞാൻ ഒന്നും കൂടി പറയട്ടെ. നമ്മളിവിടെ ആദ്യത്തെ മീലാദ് പരിപാടി നടക്കുന്ന അന്ന് ഈ നാട്ടിലെ മറ്റു മദ്രസ പഠിക്കുന്ന കുട്ടികളൊക്കെ കോയി കൂട്ടിലിടുന്നത് മുതൽ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ അവിടെ മദ്രസന്റെ ഉള്ളിൽ വെച്ച് അടച്ചിട്ട്, നിങ്ങൾക്ക് ഓർമ്മണ്ടോന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിലകൊള്ളാൻ. ചിലപ്പോ നാളെ ഞാൻ മരിച്ചു പോകാം, നമ്മളെല്ലാരും മരിച്ചു പോകാം. അള്ളാഹുവിന്റെ ദീൻ അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനുള്ള ഒരു ഉമ്മത്ത് ഇവിടെ ഉണ്ടാകും. അങ്ങനെ തന്നെയല്ലേ? എത്ര ആളുകൾ മരിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് ഈ ദീനിനെ, ഈ സംഘടനയെ, ഈ സംവിധാനത്തെ ഊതിക്കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭ്യമായ ഏറ്റവും ബറക്കത്തുള്ള ആലിമായ ഒരു സയ്യിദിനെ കൊണ്ട് ഇൻഷാ അല്ലാഹ് റബീഉൽ ആഖിർ മാസത്തിന് നമ്മുടെ മദ്രസയുടെ കെട്ടിടത്തിന് ഇൻഷാ അല്ലാഹ് ശിലഭാഗം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ ഒരു തുടക്കം നവംബർ 1-ാം തീയതി ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ മുഹ്യദ്ദീൻ റാത്തീബ് ചൊല്ലിക്കൊണ്ട് നമ്മൾ തുടങ്ങാണ് ഇൻഷാ അല്ലാഹ്. അന്ന് രാത്രിയിൽ നൗഫൽ സഖാഫി കളസയുടെ വയലുടെ ഉണ്ടാവും. നവംബർ 1 വെള്ളി കഴിഞ്ഞ രാത്രി. അത് ഞാൻ നിങ്ങളെ അറിയിക്കാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും നിയ്യത്ത് നന്നാക്കിയിട്ട് നമ്മൾ ആരോടും ഗർവ് പറയുന്നില്ല, വീമ്പ് പറയുന്നില്ല. അള്ളാഹു നമുക്ക് ഖൈർ ചൊരിഞ്ഞു തരുമാറാകട്ടെ. അർഹമുർ റഹീമേ, ഞങ്ങളെ നിയ്യത്തിലോ ഞങ്ങളെ പെരുമാറ്റത്തിലോ പ്രവർത്തനത്തിലോ എന്തേലും നീ പൊരുത്തപ്പെടാത്തത് സംഭവിച്ചെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനെ. ഇതിനൊരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അല്ലെ? എത്രയോ ആളുകൾ ഈ സ്ഥലമെടുപ്പിന് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ വരിസംഖ്യ നൽകുന്ന ആളുകൾ, ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, ഇന്നത്തെ ഈ പരിപാടിക്കും കണ്ടമാന ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മൾ നിലകൊള്ളുന്നത് ശരിയായൊരു പാതയിലാണ്. ഇന്നിപ്പോ ഞാൻ കേട്ടു, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്നത് എല്ലാം നമ്പിക്കൂടെ, എന്നാലും
സുന്നിയായ ഈക്ക സമസ്തയിലെ അവസാനത്തെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളാണ്. എന്തോ കണ്ടിട്ട് പറഞ്ഞോന്ന് എനിക്കറിയില്ല. കുറെയൊക്കെ പറഞ്ഞതൊക്കെ പുലരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിജയത്തിലേക്ക് പോകാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ചിലപ്പോ പള്ളികളോ മറ്റെന്ത് വന്നാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സുന്നിയല്ലാത്ത ഒരാൾക്ക് പാരത്രികമായ വിജയമില്ല. എന്തേ കാരണം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ് നമ്മുടെ വിശ്വാസം. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, വെസ്റ്റേൺ ഗ്രൂപ്പ്, തബ്ലീഗ് ജമാഅത്ത് ഇതിനൊന്നും നബി തങ്ങളെ കുറിച്ച് വിശ്വാസമില്ല. നബി തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ വഴി സ്വീകരിക്കാൻ കഴിയാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞതൊക്കെ കളവാണെന്നാണ് അവർ പറഞ്ഞും എഴുതിയും വെച്ചത്. അതുകൊണ്ട് നമ്മളെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ ആൺകുട്ടികൾ ബിദ്അത്തിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും വേണ്ട, ബിദ്അത്തിന്റെ യൂട്യൂബ് ചാനലുകൾ കാണേണ്ടതില്ല. അങ്ങനെ കണ്ടാൽ നമ്മൾ പഴച്ചു പോകും. അതാണല്ലോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തൗറാത്തിൽ നിന്നുള്ളത് ഓതി എന്ന് നബി തങ്ങൾ അറിഞ്ഞപ്പോ നബി തങ്ങൾ ദേഷ്യം പിടിച്ചു. നബി തങ്ങളുടെ മുഖത്തിന്റെ നിറം മാറി. കാരണം തൗറാത്ത് അള്ളാഹ് ഇറക്കപ്പെട്ട ഗ്രന്ഥായിരുന്നു, പക്ഷെ അത് കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ. നമ്മൾ അത് അതിൽ ചെല്ലുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് മുജാഹിദുമായി പങ്കിടുന്ന വാട്സപ്പ് ഗ്രൂപ്പ് അതിന് നമ്മൾ നിൽക്കാൻ പാടില്ല. ചിലപ്പോ കുടുംബത്തിലുണ്ടാവും പക്ക അറിയപ്പെട്ട വാദത്തിന്റെ മേൽ നിലനിൽക്കുന്ന മുജാഹിദ് ഉണ്ടാവും. മരിച്ചാ പോകാൻ പാടില്ല, അവിടെ കല്യാണം ഉണ്ടെങ്കിൽ പോകാൻ പാടില്ല. കുടുംബ ബന്ധമല്ല, അങ്ങനെ ഒരു കുടുംബം ഇല്ല. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഈമാനികായിട്ടുള്ളതാണ്. നമ്മളൊക്കെ കാഫിറുകളാണ് എന്ന് പറയുന്നിടത്ത് പോയി നമ്മൾ ഊപ്പിക്കാൻ നിൽക്കണ്ടല്ലോ. റസൂലുള്ളാഹിനോട് മഹബത്ത് ഉണ്ടാവുമ്പോ ഇതൊക്കെ വെടിയാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.